എല്ലാവർക്കും മലയാളി അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബീഫിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് കുറച്ച് ബീഫെല്ലാം വൃത്തിയായിട്ട് കഴുകി കുക്കറിലോട്ട് വെച്ചിട്ട് അതിനകത്തോട്ടൊരു ചെറിയ സവാള ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് ചതച്ചതാണ്. കുറച്ച് കറിവേപ്പില. ഇനി പൊടിയായിട്ട് മുളക് പൊടി എല്ലാം കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇത് വെന്തിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇത് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് തക്കാളി ചേർക്കത്തില്ല. ഒരു ടീസ്പൂണിന് വേണ്ടി വിനാഗിരി, ഇച്ചിരി വെളിച്ചെണ്ണ. എന്നിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ബീഫ് വെന്തതിന് ശേഷം കടുക് വറുത്തിടുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ചുകൂടെ ചേർക്കും. ഒരു ടീസ്പൂൺ മസാലപ്പൊടിയുടെ ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുക്കറിൽ വെച്ചൊരു 6 വിസിൽ. കുക്കറിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട്. ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി മസാലയൊക്കെ ചേർക്കാം. എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുക്കറിനകത്ത് കുറച്ചല്ലേ പൊടി ഇട്ടുള്ളൂ. അപ്പോൾ ബാക്കി പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ശരി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. അത് ഡയറക്റ്റ് അങ്ങ് എണ്ണയിലോട്ട് ഇട്ട് അത് കരിഞ്ഞു. അതുകൊണ്ടാണ് തവി വെച്ച് ഞാൻ ഇടുന്നത്. ഇളക്കി കൊടുത്തു. എണ്ണയിലോട്ട് കിടന്നൊന്ന് മൂക്കട്ട്. ഇതിലോട്ട് ബീഫ് തട്ടിക്കൊടുത്ത് നല്ലപോലെ അങ്ങ് വെന്തത്. ഇനി ഇതിൽ കിടന്ന് നമുക്ക് കറിയായിട്ട് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യാം. കുറച്ചും കൂടെ ഗ്രേവി തിക്കായിട്ട് മതിയെങ്കിൽ കുറച്ച് നേരം കൂടെ കിടന്ന് വേവട്ടെ. പക്ഷേ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ആ മസാലയൊക്കെ അതിനകത്തോട്ടൊന്ന് പിടിക്കട്ടെ. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയും കറിയും കൂടെ വിളമ്പാം. നല്ല ചാറോടുകൂടിയാണ് എടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ.